ഹായ് V1 മീഡിയയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. സോ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ലോക ചാപ്റ്റർ 1 ആണ്, ചന്ദ്ര. പടം അടിപൊളിയാണ്. ഓവറോൾ പറയുകയാണെങ്കിൽ പടം സൂപ്പർ പടമാണ്. തിയേറ്റർ വാച്ച് മസ്റ്റാണ്. സോ നമ്മൾ വിചാരിക്കും പോലെ OTT വന്നിട്ട് കാണാം എന്നുള്ളതൊന്നും നടക്കില്ല. അതിന്റെ മ്യൂസിക്സ്, VFX, CG ആവട്ടെ, ഡയറക്ഷൻ ആവട്ടെ, ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും നല്ലോണം നോക്കിയിട്ടുണ്ടാവും. സോ തിയേറ്ററിൽ തന്നെ ഇത് കാണുന്ന ഒരു മൂവിയാണ് പറയാം. മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ കാണുന്നത്. എന്നാലും ആ എഫക്റ്റ് ഇമ്പാക്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതിന്റെ റൈറ്റിംഗ് ആവട്ടെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്നിട്ടെന്താ തോന്നിയ പറഞ്ഞതുപോലെ തന്നെയാണ് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്ത മസ്റ്റ് വാച്ച് ചെയ്ത ഒരു ഫിലിമാണ്. എനിക്കും കണ്ടത് വെച്ച് അത്യാവശ്യം നല്ല അഭിപ്രായമുള്ള സിനിമയുണ്ട്. നല്ല രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്. മലയാള സിനിമയിൽ നമ്മൾ ഇതുവരെയും കാണാത്ത ഒരു തരം ലോകത്തിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. പറഞ്ഞ തിയേറ്റർ മസ്റ്റ് വാച്ച് ഫിലിം. അതെ, മലയാളത്തില് എന്നല്ല, നമുക്കിപ്പോ ഇന്ത്യൻ സിനിമയിൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റിയ പാടാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും അത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവട്ടെ, ആക്ടേഴ്സ് ആവട്ടെ, ഫൈറ്റ് സീക്വൻസ്, എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസ് ആവട്ടെ, കുറെ ക്യാമിയോസ് ഉണ്ട്. അത് സ്പോയിലർ ആവട്ടെ, കുറെ ക്യാമിയോസ് ഉണ്ട്. നിങ്ങൾക്ക് അത് കണ്ട എസ്പെഷ്യലി തിയേറ്ററിൽ ഗൂസ് പംസ് ഉണ്ടാവുന്ന കുറെ ക്യാമിയോസ് ഉണ്ട്. മ്യൂസിക് ജെയ്ക്സ് വിജയ് സൂപ്പറായിട്ട് പുള്ളി അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. മ്യൂസിക്കിന്റെ ഓരോ സീൻസ് എലവേറ്റ് ചെയ്ത് പീക്കിലേക്കുള്ള മ്യൂസിക് അടിപൊളിയായിട്ട് പുള്ളി അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഓരോ ക്യാരക്ടേഴ്സും, എസ്പെഷ്യലി ഓരോ ക്യാരക്ടേഴ്സിനും പുള്ളി ഫീച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ എൻട്രിയിലൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ വൈസ് ആണെങ്കിലും അരുൺ ഡൊമിനിക്കിന്റെ ഫസ്റ്റ് മൂവിയാണ്, പക്ഷേ പുള്ളി അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി നിമിഷ് രവി ആസ് യൂഷ്വൽ പുള്ളി എല്ലാവർക്കും ചെയ്യുന്ന പോലെ അടിപൊളിയായിട്ട് തന്നെ എല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു യൂണിവേഴ്സ്, ആ ലോക പടം എങ്ങനെയാണ് കൊണ്ടുപോകണമെന്ന് പുള്ളി അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ വരുന്ന ഓരോരോ ക്യാരക്ടേഴ്സും അവരുടെ ഡീറ്റെയിൽസും അവരെന്തിനാണ് അവിടെ ഉള്ളത് അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയാ, സ്പോയിലർ ആവില്ല, പക്ഷേ സൂപ്പർ ഹീറോ മൂവി എന്നുള്ളത് ഉപരി നല്ലൊരു റൈറ്റിംഗിലാണ് ആ കഥ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അതുകൊണ്ട് അതിലൊരു കുട്ടി ക്യാരക്ടർ വരുന്നുണ്ട്. ആ കൊച്ചിന്റെ പേരെന്താന്ന് നോക്കിയിട്ടാണില്ല, പക്ഷെ പുള്ളിക്കാരത്തി അടിപൊളിയായിട്ട് കുറച്ച് സീനേ ഉള്ളെങ്കിലും നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരത്തി ആക്ട് ചെയ്തിട്ടുണ്ട്. ആ കുറച്ച് സീനിലെ സ്റ്റണ്ട് സീൻസ് പോലും ആ കുഞ്ഞ് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ആ പടം ചെയ്ത പടത്തിൽ വർക്കിൽ എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്. സൂപ്പറായിട്ട് മലയാളത്തിൽ എടുത്തു പറയാം, ഇനിയും എടുത്തു പറയാം. നമുക്ക് മലയാളത്തിൽ ഇനിയും ഇതുപോലെ പടങ്ങൾ പാൻ ഇന്ത്യ എന്നല്ല, നമുക്ക് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലുള്ള പടങ്ങൾ ചെയ്യാൻ കഴിയും, ഇനിയും കഴിയുന്നുള്ളതിന് ലോക ഉറപ്പാണ്. നല്ല പടം. ഇനി അത് കുറെ ചാപ്റ്റേഴ്സ് ഇനി വരാനുണ്ട്. ടൈലന്റ് തന്നെ അങ്ങനെയാണ് അവർ കൊണ്ടു നിർത്തിയേക്കുന്നത്. എല്ലാവരും ക്രെഡിറ്റ് സീൻസിൽ എഴുന്നേറ്റ് പോകാതിരിക്കാൻ നോക്കാം. കാര്യം എല്ലാ ക്രെഡിറ്റ് സീൻസിലും കുറച്ച് പാർട്സ് അവർ ബാക്കി വെച്ചിട്ടുണ്ട് സസ്പെൻസ് ആയിട്ട്. അതൊക്കെ കാണാം, അടിപൊളിക്കും. അതിന്റെ ഇതിൽ പറയാൻ പറ്റുന്ന കാര്യം അഭിനയിച്ചേക്കുന്നവർ നസ്രീനാവട്ടെ, കല്യാണി പ്രിയദർശൻ പുള്ളിക്കാരി അടിപൊളിയായിട്ട് എല്ലാ ആക്ഷൻ സീക്വൻസ് ചെയ്തിട്ടുണ്ട്. കിട്ടിയിട്ടില്ല ശരിക്കും. ഇത് കല്യാണി നല്ല രീതിക്ക് ആക്ഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഹോളിവുഡിലൊക്കെ കുറെയൊക്കെ നമ്മളാണ് കണ്ടത് ഈ വിമൻ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് പക്കായിട്ട്. പക്ഷെ ഇതില് അടിപൊളിയായിട്ട് അത് അവര് എക്സിക്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചന്തു ആവട്ടെ, ഫണ്ട് എലമെന്റ്സ് അവർ ഫസ്റ്റ് ഹാഫ് കൊണ്ടുവരാൻ നോക്കി, പക്ഷെ എവിടെയോ ആ ഫണ്ട് മിസ് ചെയ്ത് പോകുന്ന പോലെ പോയി. അത് ഡെലിവറി ആണെന്നാണ് തോന്നിയത്, പക്ഷെ ആക്ച്വലി ആ ഫണ്ട് എലമെന്റ്സ് ഒന്നും വർക്കായില്ല, മാക്സിമം വർക്കായില്ല. പക്ഷെ നെസ്ലിന്റെ കുറച്ച് സീൻസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളിൽ ഫണ്ട് അടിപൊളിയായിട്ട് ചെയ്യുന്നത്. സോ നിങ്ങളെല്ലാരും അത് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ഞാൻ പറയും, ഉറപ്പായിട്ടും പറയും. തിയേറ്റർ തന്നെ കാണേണ്ട പടം. അതെ, ഞങ്ങൾ പറയും തിയേറ്റർ തന്നെ കാണേണ്ട പടം, അടിപൊളിയാണ്. സോ എല്ലാവരും പോയി തിയേറ്ററിൽ കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.